എറണാകുളം പുല്ലേപ്പടി സ്വദേശി ബാബു നല്ലൊരു മൃഗസ്നേഹിയാണ്. മൃഗങ്ങളോടുള്ള ഈ ഇഷ്ടം കൊണ്ടാണ് ഇദ്ദേഹം നായയെയും അണ്ണാനെയും ഉപ്പനെയും ഒക്കെ വീട്ടിൽ വളർത്തുന്നത്. നിഫ്ഹാറ്റിലെ ജീവനക്കാരനാണ് ബാബു. ഈ സ്ഥാപനത്തിന്റെ തന്നെ ക്വാർട്ടേഴ്സിലാണ് കുടുംബവുമൊത്ത് ബാബു താമസിക്കുന്നതും. ഈ കുടുംബത്തോടൊപ്പം വളരെ ഇണങ്ങിയാണ് പട്ടിയും അണ്ണാനും ഉപ്പനുമൊക്കെ ജീവിക്കുന്നത്. മാത്രമല്ല, ഈ മൃഗങ്ങൾ പരസ്പരം ഏകോദര സഹോദരങ്ങളെ പോലെയാണ് കഴിയുന്നതും. പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാണ് പക്ഷികളോടും മൃഗങ്ങളോടുമുള്ള ഇദ്ദേഹത്തിന്റെ ഇഷ്ടം. മനുഷ്യരെക്കാൾ ഉണ്ടചോറിന് ഉചിതം കാണിക്കുന്നത് മൃഗങ്ങളാണെന്ന് ബാബു പറയുന്നു. അതുതന്നെയാണ് ഇവയെ വളർത്താനുള്ള പ്രചോദനവും. ഒരു 12 വയസ്സിൽ മുതലാണ് എനിക്ക് തുടങ്ങിയത്. മനുഷ്യന് കൊടുത്തു കഴിഞ്ഞാൽ തിന്നു തീരുന്നേക്കുമ്പോൾ കൈക്കിട്ട് കടിക്കും. മൃഗങ്ങളാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപദ്രവമുള്ളൂ. പക്ഷെ മൃഗങ്ങൾ ഒരിക്കലും വൈരാഗ്യം വെച്ച് പെരുമാറില്ല. മനുഷ്യനെ എത്ര കിട്ടിക്കഴിഞ്ഞാലും ഒരു ദിവസം കിട്ടില്ലെങ്കിൽ നമ്മളോട് പകയും വൈരാഗ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് മൃഗങ്ങളോടും പക്ഷികളോടും സ്നേഹിക്കാന്നുള്ള ഇത് എനിക്ക് തുടങ്ങിയത്. ഇവിടെയുള്ള പട്ടിയെ കുറച്ച് മൃഗവിരോധികൾ ചേർന്ന് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ബാബു അഭയം കൊടുത്തതാണ്. അതിന്റെ പേരിൽ ക്വാർട്ടേഴ്സ് വിട്ടുപോകേണ്ടി വരും എന്ന അവസ്ഥയുണ്ടായപ്പോൾ മറ്റൊരു വീട് വെച്ച് അങ്ങോട്ടേക്ക് മാറാനും ബാബു തയ്യാറായി. മൃഗവിരോധികൾ ഇതിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് എന്റെ ബൈക്കിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ജീവൻ വേണമെന്നുള്ള രീതിയിൽ വന്നു കിടന്ന് അങ്ങനെ തന്നെ ഞാൻ വാതിൽ തുറന്ന് അകത്തോട്ട് കയറ്റി അതിനെ രക്ഷപ്പെടുത്തി. പിന്നീട് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ പട്ടി മുഖാന്തരം ഞാനിവിടെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ പട്ടി ക്വാർട്ടേഴ്സിൽ നിന്ന് ഒഴിപ്പിക്കുമെന്നുള്ള ഒരു കിംവദന്തി വരുന്നപ്പോൾ ഞാൻ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വേണ്ടിയാണ് ഇത്ര നാളും ജീവിച്ചത്. വീടിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പട്ടി ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ മാത്രമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പട്ടി നമ്മളും കൂടി ഇറങ്ങാന്നുള്ള ചിന്താഗതിയിൽ ഞാനും വൈഫും കൂടി ആലോചിച്ച് ഉള്ള സ്ഥലത്ത് ചെറായിൽ ഒരു പെര നമുക്ക് കയറ്റാം, എന്നിട്ട് പട്ടിയും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ആ പെരയുടെ ഒരു ചിന്താഗതി എനിക്ക് വന്നതും ഒരു പെര കയറ്റാൻ സാധിച്ചതും. കൂട് നഷ്ടപ്പെട്ട ഉപ്പനെ കാക്കകൾ ചേർന്ന് ആക്രമിച്ചപ്പോഴാണ് ഇദ്ദേഹം ഉപ്പനെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്നത്. ഉപ്പന്റെ കൂട് താഴ്ത്തു വീണിട്ട് അതിനായിട്ട് കാക്ക കൊത്തി കൊല്ലാൻ ശ്രമിച്ചു. അപ്പൊ വേഗം ഞാൻ ചെന്ന് ഓടിച്ചെന്ന് രണ്ടെണ്ണത്തിനും എടുത്ത് രക്ഷപ്പെടുത്തിയാണത്. വീട്ടിൽ വളർത്തുന്നില്ലെങ്കിലും ബാബുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷി കാക്കയാണ്. മനുഷ്യന് ഇത്ര ഉപകാരമുള്ള മറ്റൊരു പക്ഷിയില്ലെന്നും ബാബു പറയുന്നു. ഏറ്റവും വെറുക്കപ്പെട്ട കാക്കകളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഈ ആളുകൾ ഒരു കാക്കനെ കാണുമ്പോഴേക്കും കല്ലെടുത്തെറിയും. ഇപ്പൊ കാക്കകളുടെ വംശനാശം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. കാക്കനെ കാണുമ്പോൾ കല്ലെടുത്തെറിയും, ബലിച്ചോറ് വെച്ചിട്ട് കൈയടിച്ച് വിളിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യൻ. പക്ഷെ കാക്ക നമ്മുടെ പരിസരം സൂക്ഷിക്കണം, വൃത്തിയാക്കണം, അഴുക്കുകൾ കൊത്തിക്കളണം ഒരു പക്ഷിയാണ്. അത് വരുമ്പോഴേക്കും ആളുകൾ പറപ്പിക്കുകയാണ്. നിഫ്ഹാറ്റ് ഡയറക്ടറുടെ സഹായത്തോടെ MLA ഫണ്ടിൽ നിന്നും കിട്ടിയ രൂപ കൊണ്ട് വനവൽക്കരണത്തിനായി ക്വാർട്ടേഴ്സിന് സമീപം നല്ലൊരു തോട്ടം വെച്ചുപിടിപ്പിക്കാനും കഴിഞ്ഞു ബാബുവിന്.